ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പുതിയ വിവരങ്ങളിലേക്കാണ്. സലീം മാലിക് തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. സലീം, ഇപ്പോൾ ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ നെയ്യഭിഷേകത്തിന്റെ പേരിൽ അദ്ദേഹം നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് സലീം? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഓരോ നിമിഷവും പുറത്തു വരുന്നത് ഓരോ വ്യത്യസ്തമായ വിവരങ്ങളും വ്യത്യസ്തമായ തട്ടിപ്പുകളുടെ വാർത്തകളുമാണ്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഈ നെയ്ത്തേങ്ങ സംഭരിച്ചതിലും തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓരോ ചെറിയ കാര്യത്തിൽ പോലും തട്ടിപ്പിന്റെ സാധ്യത തേടുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിനുശേഷം അക്കാര്യങ്ങളിലൊക്കെ വലിയ തുക തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഈ നെയ്ത്തേങ്ങ സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് അത് 2021, 2023 എന്നീ 2 വർഷ കാലയളവിനിടയിലാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. നെയ്യഭിഷേകത്തിനായുള്ള നെയ്ത്തേങ്ങ സംഭരിക്കുക എന്നുള്ളതാണ്. അത് ഈ പണപ്പിരിവ് നെയ്ത്തേങ്ങകൾ ശേഖരിച്ച് അഭിഷേകം നടത്തുന്നതിനായുള്ള നെയ്ത്തേങ്ങകൾ ശേഖരിക്കുന്നതിലാണ് പണപ്പിരിവ് നടത്തുന്നത്. വിവിധ ഇടങ്ങളിലെ ഭക്തരിൽ നിന്ന് നെയ്ത്തേങ്ങകൾ ശേഖരിക്കും. അതിനുശേഷം അത് ട്രാക്ടറിൽ ഉൾപ്പെടെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തിക്കും. അവിടെ നിന്ന് അഭിഷേകം നടത്തി പ്രസാദം ഭക്തർക്ക് നൽകും. അതിന്റെ പേരിലാണ് ഈ നിലയിൽ തട്ടിപ്പ് നടത്തുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന്റെ പേരിൽ മാത്രം ഉണ്ണികൃഷ്ണൻ പറ്റി പിരിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. മറ്റു പല കാര്യങ്ങളും ഗൗരവത്തിലുള്ള ഗുരുതരമായ സ്വഭാവങ്ങളുള്ള കുറ്റകൃത്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിരുന്നു. അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ഈ നെയ്ത്തേങ്ങയിലും തട്ടിപ്പ് നടത്തിയെന്നുള്ള കാര്യം പുറത്തു വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില പരിശോധനകൾ കൂടി ദേവസ്വം വിജിലൻസ് നടത്തുന്നുണ്ട്. അതിൽ നിന്ന് കൂടുതൽ ഇതിന് സമാനമായ തട്ടിപ്പുകൾ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം ദേവസ്വം വിജിലൻസിനുണ്ട്. അക്കാര്യം ഗൗരവത്തിൽ പരിശോധിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത്. അപ്പോഴും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ അനാസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഈ തട്ടിപ്പ് ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. 2023 തന്നെ ഈ തട്ടിപ്പ് മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട് ആ ഇടപാടുകൾ വിലക്കുകയും ചെയ്തതാണ്. പക്ഷെ അതിനുശേഷവും ആ തട്ടിപ്പ് മറച്ചുവെക്കാനാണ് ദേവസ്വം ബോർഡ് ശ്രമിച്ചത്. ഉന്മേഷ്, ശരി. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.